നമസ്കാരം, വെൽക്കം ടു ലൈവ്ലി മാഷൻസ്. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, അതായത് പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന ഒരു സാധനമാണ് ഞാൻ വീട്ടിലുണ്ടാക്കുന്നത്. നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ബ്രെഡിലും കേക്കിലൊക്കെ ഇതിങ്ങനെ റെഡും പച്ചയും മഞ്ഞയും കളറൊക്കെ ആയിട്ടിരിക്കുന്ന കാണാൻ എനിക്കിഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമായിരിക്കും. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. നമുക്ക് കുട്ടികളെ പറ്റിക്കാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഹെൽത്തി കൂടി ആയിരിക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കി കളറും ഞാൻ വീട്ടിൽ നാച്ചുറലായിട്ട് കൊടുത്ത് സക്സസ്ഫുൾ ആയതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ആ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടതൊരു പപ്പായയാണ്. ഞാനൊരു ഹാഫ് പീസ്, അതായത് പകുതി മാത്രം പപ്പായ എടുത്തുള്ളൂ. അതിതുപോലെ മുറിച്ച് കുഞ്ഞു കുഞ്ഞു സ്ക്വയർ പീസായിട്ട് മുറിക്കുകയാണ്. നമുക്ക് കുട്ടികളെ ഇപ്പം എല്ലാ കുട്ടികൾക്കും പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ഓട്സ്, കഞ്ഞി, അതുപോലെ കുറുക്ക് അങ്ങനെയൊക്കെ കൊടുക്കുമ്പം ഇതിങ്ങനെ കളറായിട്ട് കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമല്ലോ. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിൽ ഒരുപാട് കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ വീട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അത് ഹെൽത്തിയാണ്, നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുകയാണ്. അപ്പം നമുക്ക് ഒരു നമുക്കൊരു സന്തോഷത്തോടു കൂടി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ സക്സസ്ഫുൾ ആയി. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചിട്ട് ഞാനൊരു പാത്രത്തിൽ ഇടാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു. ഫസ്റ്റ് ടൈം ആക്കുന്നത് കൊണ്ട് എനിക്ക് വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആഡ് ചെയ്യുമ്പോൾ. പക്ഷെ ഞാൻ കുറച്ച് ഈ കുഞ്ഞു മഗ്ഗിൽ 1 കപ്പും പിന്നെ കുറച്ച് ഒഴിച്ചു. ജസ്റ്റ് മൂടി വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചു. ഒരു 5-6 മിനിറ്റ് വേവിച്ചതേ ഉള്ളൂ. ഫുള്ളായിട്ട് വെന്ത് പോവരുത്, അപ്പോൾ വെന്ത് ഉടഞ്ഞു പോവും. നമ്മൾ ജസ്റ്റ് ഒരു ഹാഫ് ബോയിൽ, അതായത് കടിക്കുമ്പം ഫുള്ളായിട്ട് അങ്ങ് വെന്ത് പോവരുത്. ഇത് ഞാൻ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സംഭവമാണ്. അത് വെച്ച സമയത്ത് ഞാൻ പെട്ടെന്ന് വന്ന് പറിക്കുകയാണ്. നമ്മളെ പേരക്ക, ഗുവയുടെ ഇലയാണ്, ഒരു 3-4 ഇല, അതായത് പച്ചക്കളർ ഞാൻ ഇതുകൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ബീട്രൂട്ട്, നല്ല മജന്ത കളറിന് വേണ്ടിയിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നിങ്ങൾ വിചാരിക്കും അങ്ങനെ മഞ്ഞൾപ്പൊടിയെ കുറവാക്കണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ നല്ല കളർ ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഞാൻ മിക്സിയിലിട്ട് അടിച്ച് 2 ജ്യൂസ് ഉണ്ടാക്കി, ഗുവയും ബീട്രൂട്ടിൻ്റെ. പിന്നെ മഞ്ഞൾപ്പൊടി ജസ്റ്റ് വെള്ളത്തിൽ കലക്കി ഞാനൊരു പാത്രത്തിലേക്ക് 3 സ്പൂണ് ഷുഗർ എടുത്തു. എന്നിട്ട് നമ്മളെ ഫസ്റ്റ് പേരക്കേൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, ഗുവ ജ്യൂസ്, അത് ആഡ് ചെയ്തു. അതിലേക്ക് 3 ടീസ്പൂൺ ഷുഗറും ഗുവ ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് അത് കുറുക്കിയിട്ട് ഒരു പാനി പോലെ ആക്കാൻ വേണ്ടിയിട്ട്, പഞ്ചസാരേൻ്റെ ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്ത് വെച്ചാൽ അതിൻ്റെ കൺസിസ്റ്റൻസി ജസ്റ്റ് ഒന്ന് മാറുമല്ലോ, അതുവരെ മാത്രം അങ്ങനെ ചെയ്തു. നോക്കൂ, ഉണ്ടോ, നന്നായി ബോയിൽ ചെയ്ത് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കട്ടിയാകുമ്പോഴത്തേക്ക് മാറ്റി വെച്ചു. അതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ ഈ പപ്പായ ഉണ്ടല്ലോ, അത് ഏകദേശം ഒന്ന് ഹാഫ് ബോയിലായി വന്നു. അപ്പോഴത്തേക്ക് ഞാനത് ഇറക്കി വെച്ചു, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇറക്കി വെച്ചു. ഇനി രണ്ടാമത്തെ നമ്മുടെ അതേപോലെ 3 ടീസ്പൂൺ ഷുഗർ, അതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് അതേപോലെ ആഡ് ചെയ്ത് ഞാൻ നേരത്തെ അതേ പാത്രം എടുത്തു കേട്ടോ. എനിക്ക് പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ കഴുകാനൊക്കെ മടിയായി. അപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാം സെയിം തന്നെയല്ലേ, അപ്പം പിന്നെ അതന്നെ എടുത്തു. ഇതും അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി കുറുക്കിയെടുത്തു. ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടി, ടർമറിക്ക്, അതേപോലെ 3 ടീസ്പൂൺ ഷുഗർ എടുത്തു. എന്നിട്ട് അതും കുറുക്കിയെടുത്തു. ഞാൻ വിചാരിച്ച് ഇത്ര സക്സസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. ഇത് നമ്മളെ ഫസ്റ്റ് ഗുവ പാനി, രണ്ടാമത്തെ ബീട്രൂട്ട് പാനി, മൂന്നാമത്തത് ടർമറിക് പാനി, പഞ്ചസാര പാനിയാണ് എടുത്ത്. ഇത് നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ സ്ക്വാഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, കാരണം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പകുതി വേവിച്ച പപ്പായ ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കോട്ടൺ ക്ലോത്ത് പ്ലേറ്റിലിട്ടിട്ട് അങ്ങനെ ഇതിങ്ങനെ വിടർത്തി ഇങ്ങനെ വിരിച്ചിട്ടു. അപ്പോൾ പിന്നെ പെട്ടെന്ന് അതിൽ എന്തെങ്കിലും ഒരു വെള്ളത്തിൻ്റെ ഒക്കെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് തണുത്ത് ഡ്രൈ ആയിട്ട് കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ജസ്റ്റ് അത് അധികം നേരം വെച്ചൊന്നുമില്ല, 2-3 മിനിറ്റ് ഞാൻ അങ്ങനെ വെച്ചതേ ഉള്ളൂ. ഇത് നമ്മൾ വെറുതെ പുറത്തുനിന്നൊക്കെ കളറൊക്കെ ചേർത്ത് വാങ്ങുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ. അപ്പം ഞാൻ ഈ 3 ഗ്ലാസ്സിലേക്ക് ഒരു കുറച്ച് അങ്ങനെ ഇട്ടു. എനിക്ക് മജന്ത കളറൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ ആഡ് ചെയ്തു. ബാക്കി 2ലേക്ക് ഞാൻ കുറച്ച് ആഡ് ചെയ്തുള്ളൂ. ചെറിയൊരു പാർഷ്യാലിറ്റി കാണിച്ചു. കളറ് വരുമെന്നും ഇത് ചെയ്യുന്ന സമയത്ത് കളറ് വരുമെന്നും ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. വെറുതെ ഒരു ട്രൈ ചെയ്ത് നോക്കിയതാണ്, വന്നാലായല്ലോ, അങ്ങനെ ചെയ്ത് നോക്കിയതാണ്.
പക്ഷെ എല്ലാത്തിനും നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. സ്പെഷ്യലി ഗൂവ ഉണ്ടല്ലോ, അതിനൊരു പേരക്കേൻ്റെ ഇലേൻ്റെ ഒരു നല്ല ഫ്ലേവർ, ബീട്രൂട്ടിന് പിന്നെ വേറെ ടേസ്റ്റ്, മഞ്ഞൾപ്പൊടിക്ക് ആ ഒരു മഞ്ഞളുടേതായ ഒരു ചെറിയ, പക്ഷെ നമ്മൾ അതുണ്ടാക്കിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കേക്ക് പോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് നമ്മൾ അതിൽ സോക്ക് ചെയ്ത് വെക്കണം. ഏകദേശം ഒരു 3 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചു. കാരണം കളറൊക്കെ പിടിക്കണമല്ലോ, വേറെ ആർട്ടിഫിഷ്യൽ അതുപോലത്തെ കളറൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് ഒന്ന് നന്നായി പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് 3 മണിക്കൂർ നമ്മൾ പ്ലേറ്റിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് കൊടുത്തു, ഡ്രൈ. എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ എടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്താൽ മതിയല്ലോ. എന്തായാലും ഇത് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബിക്കോസ് എന്താ പറയണ്ടത്, നമുക്കൊരു പപ്പായ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയത്തേക്ക് ഇതുപോലെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കി വെക്കാമല്ലോ. എന്തായാലും നമ്മൾക്ക് ഐസ്ക്രീമിലും കേക്കിലൊക്കെ ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ പിന്നെ മഞ്ഞ കളർ നോക്കുക, നല്ല സൂപ്പറായിട്ട് മഞ്ഞ കളർ പിടിച്ചിട്ടുണ്ട്. കാരണം ഈ ബീട്രൂട്ടിൻ്റെ കളർ നന്നായിട്ട്, പേരക്കേണ്ടത് അത്ര വന്നിട്ടില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നതിന് വല്ല മാവിൻ്റെ ഇലയൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്തിരി കൂടെ കളർ വന്നേനെ, അറിയില്ല. പക്ഷെ ഇതിനൊരു നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു, ഈ പേരക്കേൻ്റെ ഒരു നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്നിട്ട് ജസ്റ്റ് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തു. കണ്ടോ, കുറച്ച് സമയം, ഒരു അരമണിക്കൂർ വെച്ചതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി. അപ്പോൾ ഇതുപോലെ രസകരമായ കാര്യങ്ങൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ്സ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.